ഒരാഴ്ച മുമ്പ് എൻ്റെ അടുത്തൊരു യുവാവ് കൗൺസിലിങ്ങിന് വന്നു. 23 വയസ്സുണ്ട്. ആള് നല്ല ഇൻ്റലിജൻ്റ് ആണ്. എൻ്റെ മുമ്പിൽ വളരെ പൊളൈറ്റായിട്ടൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ആളുടെ കുറേ പേഴ്സണൽ ആയിട്ടുള്ള സ്ട്രഗിൾസൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞ്, എനിക്കൊരിക്കലും എന്നെ കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നോ, എനിക്ക് എന്നെക്കുറിച്ച് ഒരിക്കലും ഒരു മതിപ്പോ വാല്യോ തോന്നിയിട്ടില്ല. അതെൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ സ്കൂൾ കാലം മുതൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ചൈൽഡ്ഹുഡിൽ സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ എനിക്ക് വായിക്കാനും എഴുതാനൊന്നും വേണ്ട രീതിയിൽ അറിയില്ലായിരുന്നു. മറ്റു കുട്ടികളെ പോലെ വേഗത്തിൽ സ്പീഡിൽ വായിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഞാൻ വായിച്ചാൽ തെറ്റിപ്പോവും. ആ സമയത്ത് കുട്ടികളൊക്കെ കളിയാക്കും, ടീച്ചേഴ്സ് ചിലപ്പോൾ വഴക്ക് പറയും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ അത്ര ഹെൽപ്പ് ചെയ്യില്ല. പക്ഷേ ഹെൽപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ അവരും ഷൗട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അവരുടെ ചൈൽഡ്ഹുഡിൽ അവർക്കുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും, അത് പാരൻസിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ സിബ്ലിങ്സിൽ നിന്നൊക്കെ ആയിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവരെ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരതിൽ നിന്നും ഇപ്പോഴും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് അവരുടെ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതത്തിലൊക്കെയാണ് ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നതായിട്ടൊക്കെ കാണുന്നത്. അത് പല രീതിയിലുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ കോമൺ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, എന്തെങ്കിലും ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും രൂപത്തിലൊക്കെയാണ് ഇത് കണ്ടുവരാറുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ കുട്ടി പഠനത്തിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം. സോ നമുക്ക് പോയിന്റിലേക്ക് വരാം. കഴിഞ്ഞ വീഡിയോയിൽ പഠനത്തിൽ പ്രയാസപ്പെടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു ആക്ടിവിറ്റി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് അതുപോലെ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു അത്. അതിനെയും കാണാത്ത ആളുകൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളുടെ നന്മ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ അറിയാതെ അൺഇൻറ്റൻഷനലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് നെഗറ്റീവായിട്ട് ഭവിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഈ ഒരു ഏജിൽ ചിലപ്പോൾ അതിനെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അവരിൽ പ്രത്യേകിച്ചൊരു പ്രശ്നവും കാണാനുണ്ടാവില്ല. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ കണ്ടുവരിക അവർ വലുതായി ഒരു 20 വയസ്സുകളൊക്കെ കഴിഞ്ഞ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തു നിന്നൊക്കെ മാറി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതത്തിലോ പ്രൊഫഷണൽ ലൈഫിലേക്കൊക്കെ വരുന്ന സമയത്താണ് ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒക്കെ കാണാൻ കഴിയുക. സോ അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും നമ്മളെടുത്ത് ആ ഒരു ഏജ് എത്തുന്ന സമയത്ത് പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ വരുന്നത്. അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരാളുടെ ലൈഫിൽ ചൈൽഡ്ഹുഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ചൈൽഡ്ഹുഡിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസുകളും പാരൻറ്റിങ്ങും അതുപോലെ മറ്റ് അനുഭവങ്ങളും ഒക്കെയാണ് ഇയാളുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നത്, ഇയാളുടെ മെൻ്റൽ ഹെൽത്ത് നിർണ്ണയിക്കുന്നത്. സോ ചൈൽഡ്ഹുഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളെ നമ്മളറിയാതെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ കുട്ടികൾ പഠനത്തിൽ പിന്നിലാവുന്ന സമയത്ത് അവർ പഠനത്തിലേക്കൊന്ന് മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യും. നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടിയെ മറ്റ് കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. കുട്ടികളോട് നമ്മൾ പറയാം, നിൻ്റെ ക്ലാസ് പഠിക്കുന്ന അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടി നിന്നേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ, നീ ശ്രമിക്കാത്തതുകൊണ്ടല്ലേ, ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ, നിനക്കെന്താ അവനെ പോലെ ആയാൽ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിൻ്റെ അനിയൻ നിന്നെക്കാൾ നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ, നീ അവനെ കണ്ട് പഠിക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയാം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത് കുട്ടികളുടെ സെൽഫ് വർത്ത് കില്ല് ചെയ്യും എന്നുള്ളതാണ്.
അതായത് കുട്ടികൾക്ക് അവരെക്കുറിച്ച് തന്നെയുള്ള മതിപ്പില്ലാതാക്കും, അവർക്ക് അവരെക്കുറിച്ചുള്ള ഒരു വില ഇല്ലാതാക്കും എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നവും ഇതിന് കാണുന്നുണ്ടാവില്ല, നമ്മൾ അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത് എന്ന് തോന്നും, പക്ഷേ ഇത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. രണ്ടാമത്തെ കാര്യം ലേബലിംഗ് ആണ്. കുട്ടികളെ നമ്മൾ മടിയനാണ്, അല്ലെങ്കിൽ ഓന് ശ്രദ്ധിക്കൂല, ഓൻ അലസനാണ് എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യുന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ വെച്ചിട്ടും അല്ലെങ്കിൽ കുട്ടിയോട് തന്നെ നമ്മൾ പറയും ഇവന് മടിയാണ്, അല്ലെങ്കിൽ ഓന് തീരെ ശ്രദ്ധയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് ലേബൽ ചെയ്യാറുണ്ട്. പലപ്പോഴും ഇത് കുട്ടികളുടെ ഒരു ഇന്നർ വോയിസ് ആയിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവർ ഉൾക്കൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമ്മൾ പറയുന്നതിലൂടെ കുട്ടികൾക്കൊരു ഷെയിമും അതുപോലെ തന്നെ അവരുടെ ഒരു സെൽഫ് വർത്തിനൊക്കെ തന്നെയാണ് ഇതും ബാധിക്കുന്നത്. സോ ഒരിക്കലും കുട്ടികളെ മടിയനാണ് എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, കുട്ടികളുടെ ഇമോഷൻസിനും എഫേർട്ടിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ പല രീതിയിൽ പല കാര്യങ്ങളും ശ്രമിക്കുന്നൊക്കെ ഉണ്ടാവും, നമ്മൾ അതൊന്നും കാണില്ല, നമ്മൾ അവൻ്റെ മാർക്ക് മാത്രമായിരിക്കും നോക്കുന്നുണ്ടാവുക. ഇവന് ഒരുപാട് സ്ട്രഗിളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുട്ടികൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമ്മൾ ഒരിക്കൽ അതിൽ ഒന്ന് ഇറങ്ങിച്ചെന്ന് അറിയുന്ന സമയത്ത് മാത്രമേ എത്രമാത്രം വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ ദിവസങ്ങളും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ കുട്ടികളുടെ ഇമോഷൻസ്, അവരുടെ വികാരങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ നമ്മൾ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. അതിലൂടെ സംഭവിക്കുന്നത് കുട്ടികളുടെ എഫേർട്ടും അവരുടെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളൊക്കെ നമ്മൾ കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. സോ ഒരിക്കലും മാർക്കിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ കുട്ടികളെ സമീപിക്കാതെ ഇരിക്കുക. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ പഠിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അവരെ ശകാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പല സമയത്തും നമുക്ക് കൺട്രോൾ പോകുന്ന നിമിഷങ്ങളുണ്ടാവും, പക്ഷേ കുട്ടികളോട് ഒരിക്കലും അവർ പഠിക്കാത്തത് കാരണം ദേഷ്യപ്പെടാതിരിക്കുക, അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത് കാരണം അവരെ ഷൗട്ട് ചെയ്യാതിരിക്കുക, വഴക്ക് പറയാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ഭയങ്കര നിസ്സഹായ അവസ്ഥയും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പോലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻ്റ് ആയിട്ട് അത് ഫീൽ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുക. സോ അത് കുട്ടികളുടെ മാനസികാരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. പഠനത്തിൽ ഒന്നുകൂടെ പിന്നിലാവുന്നതിനും ഇത് കാരണമാവുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം, കുട്ടികളുടെ പഠനത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഓവർ കൺട്രോളിങ് അല്ലെങ്കിൽ ഓവർ ടീച്ചിങ് കൊണ്ടുവരിക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഭയങ്കര സമയവും സ്ട്രക്ചറും ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് അവരെ കൊണ്ട് വലിയ മലകൾ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക, അവരെ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിന്നാലെ കൂടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ ഇതും കുട്ടികളെ പഠനത്തിൽ നിന്ന് പിന്നെയും പിന്തിരിപ്പിക്കാനുള്ള ഒരു കാരണമായി തീരും. സോ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കുട്ടികൾ പഠനത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏർലി സ്റ്റേജിൽ തന്നെ എത്ര നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ അത്രയും നേരത്തെ അത് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരം തേടുകയാണ് നമ്മൾ വേണ്ടത്. കുട്ടികൾക്ക് അവരുടെ ചെറിയ പ്രായത്തിൽ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന മാർക്കുകളല്ല അവരെ നിർണ്ണയിക്കുന്നത്. അവർക്ക് നിങ്ങൾ എങ്ങനെയായിരുന്നു അവരോട് പെരുമാറിയിരുന്നത്, നിങ്ങൾ എന്തൊക്കെ വാക്കുകളാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത്, ഇതൊക്കെയാണ് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതാണ് അവരുടെ ജീവിതം നിർണ്ണയിക്കുന്നതും ഷേപ്പ് ചെയ്യുന്നതും അവരാക്കി മാറ്റുന്നതും. പെർഫെക്റ്റ് പാരൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവമൊന്നുമില്ല. പാരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള സ്കില്ലുകളൊക്കെ പഠിച്ചെടുക്കുന്നത് പോലെ തന്നെ അറിഞ്ഞ് പഠിച്ചെടുക്കേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സ്കില്ല് കൂടെയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്